നല്ല ജ്യൂസിയും ടെൻഡറും ആയിട്ടുള്ള ചിക്കൻ നല്ല സ്പൈസിയും സിൽക്കിയും ആയിട്ടുള്ള പെരി പെരി സോസിൽ കോട്ട് ചെയ്ത് കഴിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ക്രീമി പെരി പെരി ചിക്കനാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി പെരി പെരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏകദേശം ഒരു 750 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ കൂടുതലും ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റ് പീസാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ പെരി പെരി പൗഡറാണ്. അപ്പോൾ പെരി പെരി പൗഡർ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഈ വീഡിയോയുടെ തന്നെ അവസാനം കാണിക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെരി പെരി പൗഡറിൻ്റെ റെസിപ്പിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വരെ പപ്രിക്ക പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ഓനിയൻ പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഗാർലിക് പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഈ ചിക്കനൊന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റൊക്കെ ഈ ഒരു ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചിക്കനിൽ നല്ലോണം മസാല പിടിച്ച് കിട്ടും. ചിക്കൻ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ടും കിട്ടും. ഞാനൊരു 3-4 മണിക്കൂർ വരെ മാത്രമേ ഫ്രിഡ്ജിൽ ഇത് വെക്കുന്നുള്ളൂ. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 3-4 മണിക്കൂറിന് ശേഷം നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. അതിലേക്ക് ഈ ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഭാഗം റെഡി ആയി കഴിയുമ്പോൾ നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ട ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ മുഴുവനായിട്ട് കുക്കാവണം കേട്ടോ, അത്രയും സമയം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിലേക്ക് ബാക്കി കുറച്ച് ഓയിലുണ്ട്. ആ ഓയിൽ മാത്രം മതി നമ്മുടെ സോസ് തയ്യാറാക്കാനായിട്ട്. വേറെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മുടെ പെരി പെരി പൗഡർ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഈ പൗഡർ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മറന്നു പോകണ്ട, അത് ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റ് അഥവാ കയ്യിലില്ലെങ്കിൽ ഒരു തക്കാളി അരച്ച് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർക്കുന്നുണ്ട്, ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടിയിട്ട്. 1 ക്യൂബാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഒരു 1/3 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വരെ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ കുക്കിംഗ് ക്രീമാണ് ചേർത്തത്. ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ക്രീം അളന്നെടുത്ത ഒരു മെഷറിംഗ് കപ്പിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇതിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഈ ഒരു സോസിലേക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഈ സോസിൽ ഇങ്ങനെ നന്നായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ സോസൊക്കെ ഞാനിങ്ങനെ ചിക്കൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇതിലിങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ആവണം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് തിക്കായി ഈ ഒരു സോസ്, നമ്മുടെ പെരി പെരി സോസ് ചിക്കനിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അത്രയും തിക്കായി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ നല്ല ക്രീമി പെരി പെരി സോസിൽ കിടന്ന് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. എന്നിട്ട് ചൂടോടുകൂടെ തന്നെ ഇത് സെർവ് ചെയ്യാം. കുറച്ചൊന്ന് ചൂട് കുറയുമ്പോഴേക്കും ഒന്നുകൂടി തിക്കായി ഈ ഒരു ക്രീം, നമ്മുടെ പെരി പെരി ക്രീം മൊത്തം ചിക്കനിൽ ഇങ്ങനെ കോട്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിട്ട് വരും.
അപ്പോൾ പ്ലേറ്റിലോട്ട് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ഗ്രേവി മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പാഴ്സ്ലി ലീവ്സ്, ഫ്രഷ് ആയിട്ടുള്ള പാഴ്സ്ലി ലീവ്സ് ആണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതില്ലെങ്കിൽ ഡ്രൈഡ് പാഴ്സ്ലി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ പാഴ്സ്ലി ലീവ്സ് മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചുവന്ന കളറിലുള്ള മുളക്, അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതും കൂടി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി പെരി പെരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എന്ത് തരം റൊട്ടിയുടെ കൂടെ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ ഒക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എത്ര കഴിച്ചാലും മതിയാവില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പെരി പെരി പൗഡർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പെരി പെരി പൗഡറിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് സ്മോക്ക്ഡ് പപ്രിക്ക പൗഡർ 2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പപ്രിക്ക പൗഡർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിച്ചാലും മതി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ പപ്രിക്ക പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ഒനിയൻ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒനിയൻ പൗഡർ നിർബന്ധമില്ല കേട്ടോ. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ, ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. എന്നാലും ഒഴിവാക്കിയാലും വലിയ കുഴപ്പം വരില്ല. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ ജിഞ്ചർ പൗഡർ ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ ചാട്ട് മസാല പൗഡർ ചേർക്കാം. ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്തത്. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ബ്ലാക്ക് സോൾട്ട് ആണെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. എൻ്റെ കയ്യിൽ ബ്ലാക്ക് സോൾട്ട് ഇല്ല, അതുകൊണ്ട് ഞാൻ സാധാരണ ഉപ്പ് മാത്രമാണ് ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പെരി പെരി പൗഡർ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് കേട്ടോ സൂക്ഷിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ ഒനിയൻ പൗഡർ പെട്ടെന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒനിയൻ പൗഡർ സ്ഥിരമായിട്ട് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒനിയൻ പൗഡർ ചേർത്തുകൊണ്ട് ചിലപ്പോൾ ഇതും കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതും ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പുറത്ത് വെച്ചാലും മതിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ. പെരി പെരി പൗഡർ നമുക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെരി പെരി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് എടുത്ത് റെഡിയാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്